ഇവൻ എവിടെ കേറി പോന്നല്ലേ? നിങ്ങൾ അതല്ലേ ചിന്തിക്കുന്നുണ്ടാവുക? നമുക്കൊന്ന് ഭാവി വരെ പോയിട്ട് വന്നാലോ? അതെ, കോഴിക്കോട് പ്ലാനറ്റോറിയം നമുക്ക് ഫുള്ള് ചുറ്റിക്കണ്ടാലോ? ഈ ഒരു വലിയ കാറില്ലേ, അതും പൊക്കൂ. നിങ്ങക്ക് വിശ്വസിക്കാൻ കഴിയോ? ഫസ്റ്റ് തന്നെ നമ്മള് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനില് എത്തി. അവിടെ നേരം കോഴിക്കോട് സിറ്റി ബസ്സില് സ്ട്രെയിറ്റ് പ്ലാനറ്റോറിയത്തിലേക്ക് വെച്ച് പിടിച്ച്. നിങ്ങൾ പ്ലാനറ്റോറിയം എന്ന് കേൾക്കുമ്പോ ഫുള്ള് ശാസ്ത്രം, ഗ്രഹങ്ങള് അങ്ങനത്തെ പോലത്തെ ഓർമ്മ വരുന്നത്. അത് മാത്രമൊന്നല്ല ഇവിടെ ഉള്ളത്. ഇവിടെ വലിയവർക്ക് പഠിക്കാൻ പറ്റിയത് മാത്രമൊന്നല്ല, കുട്ടികൾക്ക് പറ്റിയ പല പരിപാടികളും ഉണ്ട്. ഒരു പാർക്ക് പോലെ തന്നെ എല്ലാ സംഭവം ഉള്ള ഒരു പാർക്ക്. ഈ കാറ് കണ്ട അതും പൊക്കെല്ലാം ചെയ്യും അവിടെ പോയാ. പിന്നെ ഇത് കണ്ട, എന്റെ അനിയൻ പറഞ്ഞു ഇതിലൂടെ നോക്കിയാൽ പല മാജിക് പോലത്തെ സംഭവം എല്ലാം കാണാൻ. അതിലൂടെ നോക്കിയപ്പോ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സാധനം ഇൻവേർട്ടഡ് ആയിട്ടെല്ലാം കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു ഊഞ്ഞാല് പോലത്തെ സംഭവം ഉണ്ട്. പിന്നെ ആ ഊഞ്ഞാല പോലത്തത് ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടപ്പെട്ട്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ അവിടെ ഉണ്ടാവും, നിങ്ങൾ ഫുള്ള് എല്ലാ ഭാഗവും ചുറ്റി കണ്ടിട്ട് വന്നു. പിന്നെ മൈ ബ്രദർ വളരെ ചെറുതായതുകൊണ്ട് ഇതുമെല്ലാം കയറി കളിക്കുന്നുണ്ട്. അവിടെ കുട്ടിക്ക് പറ്റിയ കുറെ സംഭവം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇതിനു മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അന്നേരത്തെ എന്റെ അനിയൻ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് ഇതിൽ കയറണ്ടാന്ന് ഉമ്മയപ്പ എപ്പോഴും പറയൂ. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര ഹാപ്പിയാ. പിന്നെ ഫിസിക്സിൽ എനിക്ക് ഭയങ്കര ഓർമ്മയായോണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളെല്ലാരും ഫിസിക്സ് ബുക്കിൽ പഠിച്ചിട്ടില്ലേ വാട്ടർ ടർബൈൻ എന്ന് പറയുന്ന സംഭവം? അതായത് നമ്മള് മേലയില് മെഷീൻ വെച്ച് തിരിച്ചാല് താഴേല് ടർബൈൻ തിരിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുള്ള ആ സംഭവം. എങ്ങനെയാണ് വാട്ടർ ടർബൈൻ പ്രവർത്തിക്കുക എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ ആടെ വെച്ചിരിക്കുന്ന ഇതുപോലത്തെ ഓരോ സാധനത്തിനെ കുറിച്ച് അതിന്റെ ഇപ്പുറത്ത് തന്നെ എഴുതി വെച്ചിന്. എന്താ ഇത്, അതിൽ ഇത് വാട്ടർ ടർബൈനാന്ന് കണ്ട് അത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെന്നാ. വേറെ അല്ലാണ്ട് എനക്കറിയുന്നൊന്നല്ല. അപ്പോ നിങ്ങള് പ്ലാനറ്റോറിയത്തിൽ വരാണ്, അവിടെ കാണാൻ കുറെ കാര്യങ്ങളുണ്ട്. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ബൈ.